തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്നലത്തോടുകൂടി വടക്കൻ കേരളത്തിലെ കൂടി പൂർത്തീകരിച്ചപ്പോൾ നാളെ അതിൻ്റെ ഫലം പുറത്തു വരികയാണ്. അതിൻ്റെ ഫലസൂചനകളെ സംബന്ധിച്ചുള്ള ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവരങ്ങളിൽ കേരളത്തിൽ ഇടത് തരംഗമുണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ചില കേന്ദ്രങ്ങളിൽ തിരിച്ചടി നേരിട്ടു എന്നത് മാറ്റി നിർത്തിയാൽ, ചില പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട തിരിച്ചടികൾ മാറ്റി നിർത്തിയാൽ, കേരളത്തിലെമ്പാടും എടുക്കുമ്പോൾ 1-2 ജില്ലകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വമ്പൻ തേരോട്ടം നടത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. 2 ഘട്ടമായിട്ടാണ് 9-ാം തീയതിയും 11-ാം തീയതിയും നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസും BJP ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് സർക്കാർ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനകീയ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ദുരിതബാധിതർക്കൊപ്പം നിന്ന സമീപനങ്ങൾ തുടങ്ങി ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാത്തിലും ഊന്നിയ പ്രവർത്തനങ്ങളിൽ ജനം സംതൃപ്തരാണ്. എങ്ങനെ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലിരുന്ന് വാചക കസരത്ത് നടത്തുന്നതിനപ്പുറം താഴേക്കിടയിലെ ഗ്രൗണ്ട് പൾസ് എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് അനുകൂലമാണ്. തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ വരാമെന്നത് മാറ്റി നിർത്തിയാൽ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വമ്പൻ മുന്നേറ്റവും UDFനും BJPക്കും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും കാടിളക്കിയുള്ള പ്രചരണങ്ങൾ നടന്നെങ്കിലും തെരഞ്ഞെടുപ്പിനെ വേണ്ടത്ര രീതിയിൽ ജനം ഏറ്റെടുത്തില്ല എന്നത് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിനപ്പുറത്തേക്ക് വലിയ ഒരു സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചിട്ടയായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ളവർക്ക് ചുമതല കൊടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കപ്പുറം മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രവർത്തനങ്ങളോ പ്രചരണങ്ങളോ ശ്രമിക്കാതെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇടയിൽ വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയത്, അത് കുടുംബയോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സാധാരണ ജനങ്ങളെ വീടാന്തരം കയറി വ്യക്തിപരമായി തന്നെ കണ്ടു നടത്തിയ പ്രചരണങ്ങളെല്ലാം ഫലം കണ്ടിട്ടുണ്ട്. സർക്കാർ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കിയതിൽ ജനം അവർ ഒന്നടങ്കം വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് ചെയ്തത് പ്രത്യേകിച്ച് ഈ വോട്ടിംഗ് പാറ്റേൺ കുറഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും ഇടതുപക്ഷത്തെ പോലെ സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ, അവർ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ പരമാവധി വോട്ട് പോളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൂരിൽ 20-ലേറെ സീറ്റുകൾ ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷം ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു.